നമ്മൾ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളി കേട്ടവരാണ് ഹജ്ജിന് പോവുക എന്ന്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഅബ ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു, ഓ ഇബ്രാഹിം നബിയെ, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എൻ്റെ രക്ഷിതാവേ, എൻ്റെ ശബ്ദം എത്തുകയില്ലല്ലോ എന്ന് ചോദിച്ചു. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കേൾപ്പിക്കണമെങ്കിൽ എൻ്റെ ശബ്ദം എത്തുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ വിളംബരം ചെയ്താൽ മതി, നിങ്ങൾ ജനങ്ങളെ വിളിച്ചാൽ മതി, കേൾപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഹജ്ജിനായി വിളിച്ചു. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാവരെയാണ് അന്ന് വിളിച്ചത്. എങ്ങനെയാണ് വിളിച്ചത്? ഓ ജനങ്ങളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്കായി ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ വന്ന്, അഥവാ കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ഉത്തരം നൽകുവിൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ മാതാപിതാക്കളുടെ മുതുകിൽ നിന്ന്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ, അതുപോലെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ നിന്ന് ഒക്കെ അതിന് ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉത്തരം നൽകി. അതാണ് നമ്മൾ ഹജ്ജിന് കേൾക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ വിളി കേട്ടു. അപ്പോൾ റൂഹുകളാണ് കേട്ടത്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളി കേട്ടു. മുതുകിലുള്ള റൂഹുകൾ, ഇനി അങ്ങോട്ടൊക്കെ ഉള്ള റൂഹുകൾ എന്ത് ചെയ്തു? അത് കേട്ടു. എന്നിട്ട് മഹാന്മാർ പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളി കേട്ടവരാണ് അന്ത്യനാൾ വരെ ഹജ്ജ് നിർവഹിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കേൾക്കാറുള്ളത്, എന്ത്? ഇബ്രാഹിം നബിൻ്റെ വിളി കേട്ടവരാണ് ഹജ്ജ് ചെയ്യുക എന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അള്ളാഹു അങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വിളിച്ചവരാണ് ഹജ്ജിന് പോവുക ഖിയാമത്ത് നാൾ വരെ. ഒരു പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ വിളിക്കുത്തരം നൽകിയവർ ഒരു പ്രാവശ്യം ഹജ്ജിന് പോകും. 2 പ്രാവശ്യം ഉത്തരം നൽകിയവർ 2 പ്രാവശ്യം പോകും. എത്ര പ്രാവശ്യമാണോ ഉത്തരം നൽകിയത് അത്രയും പ്രാവശ്യം ഹജ്ജ് ചെയ്യും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഹജ്ജിന് വേണ്ടി ആളുകൾ വരികയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും, എല്ലാ നാടുകളിൽ നിന്നും, വിവിധ വാഹനങ്ങളിലും കപ്പലുകളിലും അതുപോലെ തന്നെ വിമാനങ്ങളിലും ഒക്കെയായി ഹജ്ജിന് വേണ്ടി ജനങ്ങൾ വരികയാണ്. ആ വിളിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു വിളിക്കാൻ. അങ്ങനെ വിളിച്ചു.
അങ്ങനെ മുതുകിൽ നിന്ന് ഉത്തരം നൽകിയവരൊക്കെ എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ വരെ ഈ ഹജ്ജിന് വേണ്ടി വരും. അല്ലാത്തവർക്ക് അതിന് കഴിയില്ല, അതിന് ഭാഗ്യമല്ല. അപ്പോൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ഹജ്ജിന് വിളി കേട്ട് അങ്ങോട്ട് ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. മാത്രമല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ മാത്രമേ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയുള്ളൂ, അതിൽ പെടുകയുള്ളൂ. മുവഫക്ക് എന്ന് പറയുന്ന മഹാൻ പറയാണ്, ഞാൻ ഇങ്ങനെ ഹറമിലിരിക്കുകയായിരുന്നു. ഹറമിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ 60 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മഹാൻ പറയുക, 60 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിനോട് പറഞ്ഞു, ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് എത്ര കാലമാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു. കാരണം അന്ന് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഹജ്ജിന് ദിവസങ്ങളോളം നടന്ന്, അതും കാട് പ്രദേശത്തു കൂടെ നടന്ന് കല്ലും മുള്ളും മലകളും താണ്ടി ഒരുപാട് വിശപ്പ് സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അന്ന് ഹജ്ജിനെത്തുക. അങ്ങനെ 60 ഹജ്ജ് അദ്ദേഹം ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ പ്രയാസങ്ങളിലൂടെ ഹജ്ജ് ചെയ്ത് എത്ര കാലമാണ് ഇങ്ങനെ ചെയ്യുക എന്നിങ്ങനെ സ്വന്തം ശരീരത്തോട് തന്നെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹം പറയാ, അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉടനെ തന്നെ ഞാൻ കേട്ടു പറയുന്നതായിട്ട്, ഓ മുവഫഖേ, ഹൽ തദ്ഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു, നീ നിൻ്റെ വീട്ടിലേക്ക് നിനക്ക് ഇഷ്ടമുള്ളവരെ അല്ലാതെ ക്ഷണിക്കുമോ എന്ന ഒരു വിളി കേട്ടു. എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നിൻ്റെ വീട്ടിലേക്ക് നീ ഇഷ്ടപ്പെട്ടവരല്ലേ ക്ഷണിക്കൂ എന്നിങ്ങനെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ മാത്രമേ അവൻ്റെ വീട്ടിലേക്ക് അവൻ ക്ഷണിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഹജ്ജിന് അള്ളാഹു തആല അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഹജ്ജിന് പോയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അപ്പോൾ ആ അതിഥികൾ അവിടെ നല്ല രൂപത്തിലാണ് പെരുമാറേണ്ടത്. നമ്മൾ അവിടെ പോയി ഹജ്ജും അതുപോലെ ഉംറയും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രൂപത്തിലായിരിക്കണം തിരിച്ചു വരേണ്ടത്. നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവണം. ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യക്കുറവുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. യാത്ര എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരിക്കലും അവിടെ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ വീടും അള്ളാഹുവിൻ്റെ ആ വീട് നിൽക്കുന്ന നാടും അതിനെയൊന്നും കുറ്റം പറയാൻ പാടില്ല. അവിടെയുള്ള ആളുകളെ കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അതിഥികളായി അങ്ങോട്ട് ചെന്നതാണ്. അങ്ങനെ നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നു, തിരിച്ചു പോരുന്നു. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അവിടെ നമ്മൾ അടുത്ത ആളുകളെയും നാടിനെയും ഒന്നും കുറ്റം പറയാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ക്ഷമ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്നും പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഹജ്ജ് ഉംറ സിയാറത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. ഹജ്ജ് ചെയ്യാനുള്ള ഉംറ ചെയ്യാനുള്ള എല്ലാ അറിവും
അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഹജ്ജും അതിൻ്റെ എല്ലാ ആരാധന കർമ്മങ്ങളിലും അല്ലാഹു എളുപ്പം നൽകുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ല ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിൻ്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്ന സ്വഹീഹായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാനും നല്ലൊരു ജീവിതം നയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.